Hey all, so once again welcome back to my channel. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ഈ വീഡിയോയിലോടാവും ചിലർ ഫസ്റ്റ് തന്നെ കാണുന്നുണ്ട്. ബിക്കോസ് ഞാനിതൊരു ഒരു എന്താ പറയുക കോഴ്സ് റിലേറ്റഡ് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ റിലേറ്റഡ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ മുന്നേ ചെയ്ത് വെച്ചൊരു വീഡിയോൻ്റെ റിപ്ലൈ ആയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ പറയാനുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇട്ട വ്ളോഗിന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യുക, എന്തെങ്കിലും പ്രൊഡക്റ്റ് കിട്ടിയാൽ മാത്രമേ വീഡിയോ ചെയ്യുള്ളൂ. നിങ്ങൾക്ക് തന്നെ എൻ്റെ ചാനൽ കണ്ടാൽ മനസ്സിലാവും. കുറച്ച് മാസങ്ങളായിട്ട് ലൈക്ക് ഫ്യൂ മന്ത്സ് ആയിട്ട് ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നതിനും എനിക്ക് ആക്റ്റീവ് ആവാൻ ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ സിക്കായി. ആൻഡ് നമ്മൾ കമ്മിറ്റ് ചെയ്ത വർക്ക് ഉണ്ടാവും. അപ്പോൾ അത് അതിൻ്റെ ഇടയിലൂടെ തീർക്കേണ്ടി വരുന്നതാണ്. സോ അതിൽ നെഗറ്റീവ് കണ്ടെത്തുന്നവരോടാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും. നമ്മൾ കമ്മിറ്റ് ചെയ്തൊരു വർക്ക് നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ നോക്കിയാലും അതിൻ്റേതായ ബുദ്ധിമുട്ട് നമ്മളും ഫേസ് ചെയ്യേണ്ടി വരും. സോ അത് അതിൻ്റേതായ രീതിയിൽ ചെയ്തെന്നുള്ളൂ. ഹെൽത്ത് വൈസ് ഞാൻ ഭയങ്കര സീരിയസോ അങ്ങനെയൊന്നും അല്ല. ഹെൽത്ത് വൈസ് ഞാൻ ഒട്ടും ഓക്കെ അല്ലേന്ന്. ഹെൽത്ത് ഡൗൺ ആകുമ്പോൾ ഒബ്വിയസ്ലി മെൻ്റലി നമ്മൾ ഓക്കെ ആവില്ല വീഡിയോ ചെയ്യാനോ, അല്ലെങ്കിൽ പിന്നെ റിട്ടേൺ ചെയ്യണം. അതാണ് ഞാൻ മുന്നേ എടുത്തൊരു വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെയാണ്. ഓക്കെ, സോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് എന്നെ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇതൊക്കെ ഭയങ്കര ബോറിംഗ് ആയി തോന്നും. ഓക്കെ, അപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവരോട് പറഞ്ഞതാണ്. കാരണം അങ്ങനെ ആദ്യമായിട്ട് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ യൂട്യൂബിൽ എല്ലാവരും കുത്തിയിരുന്ന് ടൈപ്പ് ചെയ്യുന്നൊരു ടൈമാണ്. വാട്ട് ആഫ്റ്റർ +2, വാട്ട് ആഫ്റ്റർ എന്താ നെക്സ്റ്റ്, മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, ആർട്സ്. അപ്പോൾ +2 കഴിഞ്ഞവരൊക്കെ കുത്തിയിരുന്ന് സെർച്ച് ചെയ്യുന്ന ടൈമാണത്. ഓക്കെ, അപ്പോൾ ഒബ്വിയസ്ലി അപ്പോൾ ഞാൻ എന്തായാലും ഇത് അവർക്ക് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ അല്ല. ബിക്കോസ് ഞാൻ 2 വർഷം മുന്നേ ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തു വെച്ചൊരു വ്ളോഗിൻ്റെ റിപ്ലൈ ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ബിക്കോസ് ഞാൻ ആ ഒരു വ്ളോഗ് ഇട്ടതിൻ്റെ താഴെ 2-3 വർഷം മുന്നിട്ടതാണെങ്കിലും സ്റ്റിൽ എനിക്ക് ഒരുപാട് കമൻറ്റ്സ്, ഒരുപാട് ഫോൺ കോൾസ്, ഒരുപാട് അതിൻ്റെ അടി കൊടുത്തത് എൻ്റെ നമ്പർ തന്നെയാണ്. സോ ചിലർ വിചാരിച്ചൊരു കോളേജിലത്തെ അഡ്മിഷൻ നമ്പർ, ഞാൻ അഡ്മിഷൻ റിഗാർഡിങ്ങേ അല്ല നമ്പർ കൊടുത്തത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാന്നുള്ളൊരിതിലാണ്. പക്ഷേ എനിക്ക് കുറച്ചായിട്ട് തീരെ ഒന്നിനും റിപ്ലൈ കൊടുക്കാനോ, എനിക്ക് മെസ്സേജ് അയച്ചവർക്ക് തന്നെ അറിയുന്നുണ്ടാവും എനിക്ക് ടൈം കിട്ടുന്നില്ല. ബിക്കോസ് ഞാനിപ്പോൾ ഇവിടെ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന, അപ്പോൾ 6 മണിക്കൂറേ ഷിഫ്റ്റ് ഉള്ളെന്നുണ്ടെങ്കിലും ബാക്കി കുറേ സമയങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പോവും. ഇപ്പോൾ വ്ളോഗ് തന്നെ എടുക്കാത്തതിൻ്റെ മെയിൻ റീസൺ മടിയും വേഴായും പിന്നെ ടൈമില്ലാത്തതൊക്കെ ആണ്. അപ്പോൾ കുറേ പേർക്ക് ഒരുപാട് ഡൗട്ടുകളുണ്ട്. ഇപ്പോൾ ഞാൻ വാട്സപ്പിൽ ഇപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ മൊബൈലിൽ കളിക്കുമ്പോൾ പെട്ടെന്നാണ് ഒരു വീഡിയോ ചെയ്യുക. എല്ലാവർക്കും റിപ്ലൈ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഞാൻ പഠിക്കുന്ന കോഴ്സിനെ കുറിച്ച് വാട്ട് ഐ എം ഫീലിംഗ് റൈറ്റ് നൗ ഞാൻ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ക്യാമറയിൽ നോക്കുന്നുണ്ട്, ഇടയ്ക്ക് എന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ മൈസെൽഫ്, എന്നെ ആദ്യമായിട്ട് കാണുന്നവർക്ക് മൈസെൽഫ് ഫാത്തിമ റാന. ഞാൻ ഇപ്പോൾ ഡിഗ്രി സ്റ്റുഡൻ്റാണ്, BSc MIT. MIT എന്ന് വെച്ചാൽ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി. ഫൈനൽ ഇയർ ഇൻറ്റേൺഷിപ്പ് സ്റ്റുഡൻ്റാണ്. ഇൻറ്റേൺഷിപ്പ് ഓൺഗോയിങ് ആണ്, കഴിഞ്ഞിട്ടില്ല, എനിക്ക് ഇനിയുണ്ട്, കുറച്ച് ഫ്യൂ മന്ത്സ് ഉണ്ട്. അപ്പോൾ വാട്ട് ഈസ് MIT എന്ന് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും. ഈ റേഡിയോളജിസ്റ്റ് ആണോ, റേഡിയോഗ്രാഫർ ആണോ, അങ്ങനത്തെ രീതിയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ശരിക്കും നമ്മുടെ പോസ്റ്റ് എന്താ, നമ്മൾ റേഡിയോളജിസ്റ്റ് ആണോ റേഡിയോഗ്രാഫർ ആണോ? ഫസ്റ്റ് ഓഫ് ഓൾ MITയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. MITയിൽ നമുക്ക് MRI, നമ്മൾ ടെക്നീഷ്യൻ ആണ്. വി ആർ എ ടെക്കി. നമ്മൾ അതിൻ്റെ റിപ്പോർട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സോ കാര്യങ്ങളോ ഒന്നുമല്ല. അതാണ് റേഡിയോളജിസ്റ്റ്. നമ്മൾ റേഡിയോഗ്രാഫേഴ്സാണ്. നമ്മൾ MITയിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ MRI, എക്സ്റേ, CT, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. USGനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, മീൻസ് അൾട്രാസൗണ്ടിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും നമ്മളത് ചെയ്യൂല. അത് ആ ഒരു സ്കാനിങ് ചെയ്യുന്നത് ഡോക്ടേഴ്സാണ്. അത് നമ്മൾ ചെയ്യൂല. നമ്മൾ ചെയ്യുന്ന എക്സാമിനേഷൻസ് എന്ന് പറയുമ്പോൾ CT, MRI ആൻഡ് എക്സ്റേ ആണ്. സോ ഇതാണ് നമ്മുടെ ഡ്യൂട്ടി. എക്സ്റേ വന്നാൽ എക്സ്റേ എടുത്തു കൊടുക്കുക, അത് റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മളല്ല, നമ്മളിത് എടുത്തു കൊടുക്കുക എന്നുള്ളൊരു വേറൊരു ഡ്യൂട്ടിയാണ് നമ്മളുടെ. സോ അതാണ് നമ്മുടെ പണിയെന്ന് വെച്ചാലുള്ളത്. അപ്പോൾ പിന്നെയുള്ള ക്വസ്റ്റ്യനാണ് ഇതിനൊക്കെ റേഡിയേഷൻ ഇല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടില്ലേ? ഇതിനൊക്കെ റേഡിയേഷൻ ഉണ്ട് വിചാരിച്ചിട്ട് ഈ ഒരു ഫീൽഡിൽ ആരും വർക്ക് ചെയ്യാതിരിക്കുന്നില്ല. ആൻഡ് അതിൻ്റേതായിട്ടുള്ള പ്രൊട്ടക്ഷൻ ഡിവൈസസും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നമുക്കതെല്ലാം
തടുക്കാൻ പറ്റും. നമ്മൾ കെയർ ഫ്രീ ആണ്, നമ്മൾ കെയർ ഫ്രീയും ആണ്, ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടണം എന്ന് പറഞ്ഞാൽ പറ്റില്ല. അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മുടെ ഫീൽഡിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്യുപ്മെൻറ്റ്സ് ആയിക്കോട്ടെ, അതിനുള്ള ഓരോ ഡിവൈസസും ഉണ്ട്. ഓക്കെ, അപ്പോൾ MRIയിലാണെങ്കിൽ നമുക്ക് ഒരു രീതിയിലുള്ള റേഡിയേഷനോ കാര്യങ്ങളോ വരുന്നില്ല. നമുക്ക് CT എക്സ്റേയിലാണ് റേഡിയേഷൻ വരുന്നത്. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ഡൗട്ട്, ഇതിനെക്കുറിച്ച് അറിയുന്നവർക്ക് ഇത് ബേസിക് തിങ്സാണ്. പക്ഷേ ഇതറിയാത്തവരുണ്ട്, നോട്ട് എ ന്യൂ തിങ്. ഞാനും വന്നപ്പോൾ എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോഴും നമുക്ക് കംപ്ലീറ്റ്ലി എല്ലാം അറിയുന്നൊന്നുമല്ല. എന്നാലും +2 കഴിഞ്ഞൊരു കുട്ടിക്ക് ബേസിക്കായിട്ട് വരുന്ന ഡൗട്ട്സാണിത്. റേഡിയേഷൻ എന്തൊക്കെയാണുള്ളത്, അതുപോലെ തന്നെ കുറേ മെസ്സേജസ് കണ്ട് നമുക്ക് അതൊക്കെ ഓരോരുത്തരുടെ +2 കഴിഞ്ഞപ്പോൾ എൻ്റെ മൈൻഡും അങ്ങനെയായിരുന്നു. നമുക്കൊക്കെ ഞാനൊക്കെ ഇപ്പോൾ എന്താ പറയുക എനിക്ക് ഓർമ്മയാണ്, ഞാൻ ഫസ്റ്റ് OT പോസ്റ്റിംഗ് കിട്ടിയ സമയത്ത് നമുക്ക് ആ സ്ക്രബ്സ് ഇടുമ്പോഴും അല്ലെങ്കിൽ അവിടെയുള്ള ഡോക്ടേഴ്സിൻ്റെ സ്റ്റെതസ്കോപ്പ് മേടിച്ചിട്ട് ഫോട്ടോ എടുക്കുന്നത് ഭയങ്കര പുതുമുള്ള കാര്യമാണ്. അതൊക്കെ ഒരു എന്താ പറയുക, ഒരു വൈബ് എന്നല്ല, ലിറ്റിൽ ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ പലക്കുമ്പോൾ ചിരി വരും. പക്ഷേ നമ്മളെ ചെറിയ ചെറിയ കാര്യങ്ങൾ. അപ്പോൾ കുറേ കുട്ടികൾ മെസ്സേജ് കണ്ടാണ് ഇത്താ നമുക്ക് വൈറ്റ് കോട്ട് ഉണ്ടാവും, അതുപോലെ നമുക്ക് സ്റ്റെതസ്കോപ്പ് ഉണ്ടാവും. പക്ഷേ നമുക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല, അതൊക്കെ ഡോക്ടേഴ്സിനുള്ളതല്ലേ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് റേഡിയോഗ്രാഫറായിട്ടാണ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ ഞങ്ങളുടെ കോളേജിലാണെങ്കിൽ ഞങ്ങൾക്ക് ഫസ്റ്റ് സെക്കൻഡ് 3 വർഷം എന്ന് പറയാൻ പറ്റില്ല, ലാസ്റ്റ് ടൈമിൽ 8 സെമ്മാണുള്ളത്. അതിൽ 5 സെമ്മും ഞങ്ങൾ കളർ ഡ്രസ്സ് ആയിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് യൂണിഫോമും കാര്യങ്ങളുണ്ട്. അതിനിപ്പോൾ റേഡിയോഗ്രാഫേഴ്സിനായിക്കോട്ടെ അവർക്കും യൂണിഫോം ഉണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വൈറ്റ് കോട്ട് നമ്മൾ ധരിക്കുമായിരുന്നു. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആട്ടോ, കുട്ടികളുടെ ഡൗട്ട്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വൈറ്റ് കോട്ട് ഇടുമായിരുന്നു. പിന്നെ ജോബ് ചെയ്യുന്ന സമയത്ത് അത് ഓരോ ഹോസ്പിറ്റലിൽ ഓരോ റൂളാവും. അല്ലെങ്കിൽ ഇപ്പോൾ ക്ലിനിക്കിലാണെങ്കിൽ ചില ക്ലിനിക്കിൽ നമ്മളിപ്പോൾ ചുരിദാറിൻ്റെ മേലെ കൂടെ തന്നെ വൈറ്റ് കോട്ട് ഇടും. അത് ഓരോ സ്ഥലത്ത് ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഈ ഒരു വ്ളോഗ് ഞാൻ കട്ടൊന്നും ചെയ്യില്ല, ഫുള്ളായിട്ട് അങ്ങനെ ഇടാമെന്ന് വിചാരിക്കുന്നത്. കാരണം ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡൗട്ട്സാണ്. പിന്നെ ചോദിക്കുന്നുണ്ട് MIT ചെയ്താലുള്ള സാലറി കാര്യങ്ങൾ. അതിനുള്ളൊരു ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ MITയുടെ തന്നെ ഡിപ്ലോമ കോഴ്സും ഉണ്ട്. ഞാൻ ചെയ്യേണ്ടത് 4 വർഷത്തെ കോഴ്സാണെങ്കിൽ ഇതിൽ ഡിപ്ലോമ കോഴ്സസും ഉണ്ട്. സോ ബേസിക്കലി ഡിപ്ലോമ കഴിഞ്ഞ ഒരാൾക്കും എക്സ്റേയിലേക്ക് എൻ്റർ ചെയ്യാം, നമുക്കും എക്സ്റേയിലേക്ക് എൻ്റർ ചെയ്യാം. സോ നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ ആളുകളുടെ എണ്ണം, ഇത് പഠിച്ചിറങ്ങുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ്. ഓക്കെ, അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോബിൻ്റെ സ്കോപ്പ് കേരളത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോബില്ല എന്നല്ല, നമുക്ക് ട്രെയിനി ആയിട്ട് കയറാം. മേ ബി നമ്മൾ കുറച്ച് എന്താ പറയുക സർവൈവ് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പെടും. ബിക്കോസ് കുറച്ച് കാലം നമുക്ക് എന്തായാലും എന്താ പറയുക സാലറി ഇല്ലാതെ ട്രെയിനി ആയിട്ട് തന്നെ നിൽക്കേണ്ടി വരും. ബട്ട് വൺസ് നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ്, 2 വർഷത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളായി കഴിഞ്ഞ് നിങ്ങൾ അബ്രോഡിൽ ഈ ഒരു ഫീൽഡിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത നന്നായിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടും. ഓക്കെ, എല്ലാവരുടെയും അടിസ്ഥാനം ഒന്നാണ്. നമുക്ക് എന്തൊരു വർക്ക് ചെയ്താലും ലാസ്റ്റ് നമ്മളെല്ലാവരും ഓടുന്നത് പണത്തിൻ്റെ പിന്നാലെ. പക്ഷേ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താ വെച്ചാൽ, എനിക്ക് ആദ്യം ഈ ഒരു സംഭവം അറിയില്ലായിരുന്നു. ടു ബി ഹോണസ്റ്റ്, ഇതിൽ സാലറി കുറവാണെന്ന് അറിയില്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ തന്നെ സെക്കൻഡ് ഇയറിലൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഓക്കെ ഡ്രോപ്പ് ചെയ്താലും ഇതിപ്പോൾ പഠിച്ചിട്ട് എന്താ ഉപകാരം എന്ന്. പക്ഷേ നിങ്ങൾ എക്സ്പീരിയൻസ് ആക്കി 2 വർഷം എക്സ്പീരിയൻസ് ആക്കി പുറത്തൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഒരു ഫീൽഡിൽ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് 2 വർഷം എക്സ്പീരിയൻസ് ആക്കി പുറത്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാലറി കിട്ടുന്നതാണ്. സോ ഫസ്റ്റ് തന്നെ നിങ്ങൾ ആരും ഈ ഒരു കോഴ്സിൻ്റെ ഒരു ഹ്യൂജ് പ്രോഫിറ്റ് വിചാരിക്കരുത്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു ദിസ് ഫീൽഡ്, ഈ ഒരു വർക്കിനോട് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യാം, ഓഫ്കോഴ്സ്. ഓക്കെ, പിന്നെ എനിക്ക് വരുന്ന ഇതന്നെയാണ് ബേസിക് ആയിട്ടുള്ള ഡൗട്ട്. എല്ലാവർക്കും പെൺകുട്ടികൾക്കായിക്കോട്ടെ കൂടുതലുള്ള ഡൗട്ട്സ് റേഡിയേഷനെ കുറിച്ച്. ഞാൻ പറഞ്ഞില്ല റേഡിയേഷൻ ഇല്ല എന്ന് പറയുന്നില്ല, റേഡിയേഷൻ ഉണ്ട്. അതിനെ തടുക്കാനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയുക ഇപ്പം നിലവിലുണ്ട്. ഓക്കെ, അതൊക്കെ ഇൻവെൻറ്റഡ് ആണ്, എല്ലാം നിലവിലുണ്ട്. അതുപോലെ ഇപ്പോൾ ഒട്ടും റേഡിയേഷൻ ഇല്ലാത്തതാണ് MRI. അപ്പോൾ നിങ്ങൾക്ക് MRIയിൽ കുറിച്ച് പ്രാക്ടിക്കൽ തിയറി മാത്രമല്ല പ്രാക്ടിക്കലി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടും റേഡിയേഷൻ ഇല്ല. MRIയിൽ റേഡിയേഷൻ ഇല്ല, അപ്പോൾ നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യാം. CTയിൽ റേഡിയേഷൻ വരുന്നുണ്ട്, എക്സ്റേയിൽ റേഡിയേഷൻ വരുന്നുണ്ട്. ഞാൻ പറയുന്നത് CT എക്സ്റേ പഠിക്കാതെ വെറും MRI പഠിച്ചാൽ രക്ഷപ്പെടുന്നല്ല. അതിനെക്കുറിച്ച് വളരെ കൺസേൺഡ് ആണ് പിന്നെ എന്നുള്ളവർക്ക് യു ഹാവ് ഓപ്ഷൻസ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ 3 നമ്മൾ പഠിക്കുന്നത്. ഇതിൽ നമുക്ക് USD ഇല്ല. USDനൊക്കെ കുറിച്ച് നമ്മൾ പഠിക്കും കംപ്ലീറ്റ്ലി. USD എങ്ങനെയാണ് എടുക്കുന്നത്, USD യൂസ് ചെയ്യുന്ന ലൈക്ക് പ്രോബ്ലത്തിനെ കുറിച്ച് കംപ്ലീറ്റ് നമ്മൾ പഠിക്കുമെങ്കിലും USD ചെയ്യുന്ന ആൾ നമ്മളല്ല, അത് ഡോക്ടേഴ്സാണ് ചെയ്യുക. നമ്മൾ അറിയപ്പെടുന്ന പേര് എന്ന് പറയുന്നത് റേഡിയോഗ്രാഫറാണ്. സോ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഡൗട്ട്സ് എനിക്ക് വന്നത്. ഇത് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, 2 വർഷം മുന്നേ ഞാനിട്ട വ്ളോഗിൻ്റെ കുറേ കമൻറ്റ്സ് വന്നുകൊണ്ടാണ് ഞാനിത് ഇട്ടത്. പിന്നെ ഇതിനുള്ള ബേസിക് ആയിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയണത് 10th +1 +2 ആസ് യൂഷ്വൽ അത്ര തന്നെ. പിന്നെ ഡിഗ്രി വെച്ചിട്ട് ഈ ഒരു ഡിഗ്രി വെച്ച് മാത്രം ജോബിന് കയറാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പറ്റും നമുക്ക്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടീച്ചിങ് ആണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ
ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ MSc എടുത്തു കഴിഞ്ഞാൽ അതും പറ്റും. അല്ലെങ്കിൽ ഇനിയിപ്പോൾ MScയും കഴിഞ്ഞ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് സ്പെഷ്യലൈസേഷൻ ചെയ്യണം, MRI ചെയ്യണം, CT ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും പറ്റും. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഫീൽഡ് തന്നെയാണ്. ബട്ട് ഞാൻ പറഞ്ഞില്ല, മോറൽ ഓഫ് ദി എവറിത്തിങ് ഇസ് ഇൻട്രസ്റ്റ്. എൻ്റെയൊക്കെ ഇൻട്രസ്റ്റ് സത്യം പറഞ്ഞാൽ കുറച്ച് കമ്മിയായി വന്നു. അത് ബിക്കോസ് നമ്മുടെ നിൽക്കുന്ന എൻവയോൺമെൻറ്റും കാര്യങ്ങളും അങ്ങനെ ആയതുകൊണ്ടാണ്. ബട്ട് ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾക്ക് ഈ ഒരു കോഴ്സ് പക്കയായിരിക്കും. കാരണം ഞാൻ ഇവിടെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലാണ് കണ്ടിട്ട് ഒരുപാട് 4-5 കൊല്ലം റിപ്പീറ്റ് ചെയ്ത കുട്ടികൾ ഇത് എടുക്കുന്നതും ബിക്കോസ് അവരറിഞ്ഞിട്ടും ഇതിനിവിടെ സാലറി കുറവാണ്. ചെന്നൈയിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറി, നമ്മൾ കേരളത്തിലോട്ട് വരുമ്പോഴാണ് കുറച്ച് പ്രശ്നം. അപ്പം നമ്മൾ കുറച്ച് കാലം പുറത്തൊക്കെ പിടിച്ച് നിൽക്കാമെന്ന് മൈൻഡുള്ളവരാണെങ്കിൽ 2 വർഷം കൂളായിട്ട് പുറത്തൊക്കെ നിന്ന് എക്സ്പീരിയൻസ് ആക്കിയിട്ട് UAE അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക വേറെ കൺട്രീസിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല സാലറി കിട്ടും. അപ്പോൾ ഇത്രയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മേ ബി എല്ലാവർക്കും ഓരോ ഡൗട്ട് വന്നേക്കാം. ഓക്കെ, അപ്പോൾ ഇനിയും ഡൗട്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്താക്കാം, നിങ്ങൾ കമൻറ്റ് ചെയ്തോളി. ഞാൻ എന്താക്കാം, അതിൻ്റെ അടിയിൽ തന്നെ റിപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഉറപ്പ് പറയണില്ല. ഞാനിവിടെ പ്രധാനമന്ത്രി എനിക്ക് കുറേ പണി ഉണ്ടായിച്ചല്ല, മീൻസ് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അങ്ങ് വിട്ടു പോകുന്നത്. എന്നാലും ഞാൻ മാക്സിമം റിപ്ലൈ അല്ലെങ്കിൽ വേറെ വീഡിയോ ഇടാം. ഇനിയും ഇതിൻ്റെ പേരിലൊരു വീഡിയോ ഇടാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. കാരണം 2 വട്ടം ഓൾറെഡി വീഡിയോ ഇട്ടതാണ്. അതന്നെ ഭയങ്കര ബോറിങ് ആവും. തന്നെ ഈ ഒരു പഠിത്തത്തിൻ്റെ കാര്യം തന്നെ പറയാൻ എന്താ പറയുക, ബോറിങ് ആവില്ലേ, എന്താ പറയുക, വേറെ കണ്ടൻസ് പ്രതീക്ഷിച്ച് കാണുന്നവരുണ്ടാവില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു വീഡിയോ മുഴുവൻ കാണാത്തവരുണ്ടാവും. കാരണം ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ഇല്ല, ഇത് ഫസ്റ്റ് തിങ്. അപ്പോൾ എന്തായാലും ഇതായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ. എന്തായാലും ഇത് നിങ്ങളുടെ ആരെങ്കിലും +2 കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിനെ കുറിച്ച് വെരിയഡായിട്ട് കുറച്ച് അറിയാൻ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ. ഇനിയും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താക്കാം, ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ ബൈ. ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. കുറേ പേരുടെ ഡൗട്ട്സ് എന്നുള്ള ഉത്തരമായിരുന്നു. ബേസിക്കായിട്ട് എല്ലാവരും ചോദിക്കുന്ന സെയിം ക്വസ്റ്റ്യൻ ആയിരുന്നു. അതാണ് ഞാൻ ഇത്രയും കാര്യങ്ങളും കവർ ചെയ്തത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം. സോ ടിൽ ദെൻ ബൈ.